ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച ചർച്ചകൾ ലോക്സഭയിൽ പുരോഗമിക്കുന്നു. ഭീകരതയോട് സഹിഷ്ണുതയില്ല എന്ന ഇന്ത്യയുടെ സന്ദേശം പാകിസ്ഥാന് കൈമാറാൻ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ സാധിച്ചതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വനിതാ ചെസ് ലോകകപ്പ് കിരീടം സ്വന്തമാക്കി ഇന്ത്യയുടെ ദിവ്യ ദേശ്മുഖ്. ഈ ചരിത്ര നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ് ദിവ്യ. ഗർഭാശയകിള ക്യാൻസർ പ്രതിരോധത്തിനായി സംസ്ഥാനത്തെ +1, +2 വിദ്യാർത്ഥിനികൾക്ക് HPV വാക്സിനേഷൻ ആരംഭിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. നിറപുത്തരി പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. കേരളത്തിൽ മഴയ്ക്ക് നേരിയ ശമനം. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച പ്രത്യേക ചർച്ച ലോക്സഭയിൽ പുരോഗമിക്കുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് നീതി ഉറപ്പാക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ സാധിച്ചതായി ചർച്ചയ്ക്ക് തുടക്കം കുറിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. സൈനിക നടപടി എന്നതിലുപരി ഇന്ത്യയുടെ അഖണ്ഡതയും ദേശീയ സത്വവും ഭീകരവാദത്തിനെതിരായ നയങ്ങളും വ്യക്തമാക്കുന്നതായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. പാകിസ്ഥാനിൽ 9 ഭീകര കേന്ദ്രങ്ങൾ ഇതിലൂടെ ഇന്ത്യ തകർക്കുകയും 100-ലേറെ ഭീകരരെ വധിക്കുകയും ചെയ്തു. ഭീകരതയോട് സഹിഷ്ണുതയില്ല എന്ന ഇന്ത്യയുടെ സന്ദേശം പാകിസ്ഥാന് കൈമാറാനും ഇതിലൂടെ ഇന്ത്യക്ക് സാധിച്ചു. भारत ने न केवल अपनी सैन्य क्षमता का प्रदर्शन किया, बल्कि अपनी राष्ट्रीय दृढ़ता, नैतिकता और राजनीतिक कुशलता का भी परिचय दिया. भारत अब किसी भी आतंकी हमले का निर्णायक और स्पष्ट उत्तर देगा. अध्यक्ष महोदय, हमने एक नई लक्ष्मण रेखा खींच ली है. अब आतंकवाद को आश्रय और समर्थन देने वालों को कोई शरण नहीं मिलेगी. भारत ने ऑपरेशन सिंदूर के जरिए पूरी दुनिया को दिखा दिया है कि हम इस आतंकवाद के गंदे खेल को जड़ से समाप्त करने का संकल्प ले चुके हैं. ഇന്ത്യയിലെ പ്രധാന ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞില്ലെന്നും ശ്രീ രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. ഇന്ത്യൻ സേനയുടെ ശക്തമായ കടന്നാക്രമണമാണ് പാകിസ്ഥാനെ കീഴടങ്ങാൻ പ്രേരിപ്പിച്ചത്. ഭീകരതയും ചർച്ചയും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കില്ലെന്ന മോദി സർക്കാരിന്റെ നിലപാടും പാകിസ്ഥാന് വ്യക്തമായതായി അദ്ദേഹം പറഞ്ഞു. 16 മണിക്കൂറാണ് ചർച്ചയ്ക്ക് ലോക്സഭയിൽ സമയം അനുവദിച്ചിരിക്കുന്നത്. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ബീഹാർ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഉൾപ്പെടെ ഉയർത്തിയുള്ള പ്രതിഷേധത്തെ തുടർന്ന് പലതവണ നിർത്തിവച്ച സഭ 2 മണിയോടെ നടപടികൾ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് കിരീടം സ്വന്തമാക്കി ഇന്ത്യയുടെ ദിവ്യ ദേശ്മുഖ്. ഈ ചരിത്ര നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ് ദിവ്യ. ടൈ ബ്രേക്കറിൽ ഇന്ത്യയുടെ കൊനേരു ഹംപിയെ പരാജയപ്പെടുത്തിയാണ് 19-കാരിയായ ദിവ്യ ദേശ്മുഖ് ലോക ചെസ് കിരീടം സ്വന്തമാക്കിയത്. ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടുന്ന 4ാമത്തെ ഇന്ത്യക്കാരിയായി ഇതോടെ ദിവ്യ മാറി. ജോർജിയയിലെ ബറ്റൂമിയിൽ നടന്ന ചെസ് ലോകകപ്പ് ഫൈനലിലെ ആദ്യ 2 ഗെയിമുകളും സമനിലയിലെത്തിയതോടെയാണ് മത്സരം ടൈ ബ്രേക്കറിലേക്ക് കടന്നത്. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന് മറ്റന്നാൾ 1 വയസ്സ്. ദുരന്തബാധിതർക്കായി സർക്കാർ നിർമ്മിച്ചു നൽകുന്ന ടൌൺഷിപ്പിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ 50 വീടുകളുടെ നിർമ്മാണമാണ് ആരംഭിച്ചത്. ഡിസംബറിന് മുൻപായി മുഴുവൻ വീടുകളുടെയും നിർമ്മാണം പൂർത്തിയാക്കി ദുരിതബാധിതർക്ക് കൈമാറാനാകുമെന്ന് ചൂരൽമല ടൌൺഷിപ്പ് സ്പെഷ്യൽ ഓഫീസർ എസ് സുഹാസ് പ്രതീക്ഷ പങ്കുവച്ചു. ഇപ്പോൾ ഓൾമോസ്റ്റ് 150 ഹൗസസിൽ മാർക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഒരു 50 ഹൗസസിൽ എക്സ്കവേഷൻ കഴിഞ്ഞു. ಮತ್ತೆ നമ്മുടെ മോഡൽ ഹൗസ് കൂടെ ഇപ്പോൾ റൂഫ് ലെവലിൽ എത്തിയിട്ടുണ്ട്. സോ നമുക്ക് നമ്മുടെ സ്കെഡ്യൂളായ ഒരു ചാലഞ്ചായ ഡിസംബർ മാസം മുമ്പിൽ എല്ലാ ഹൗസസ് ഹാൻഡ് ഓവർ ചെയ്യണ ഒരു ചാലഞ്ച് അത് മീറ്റ് ചെയ്യാൻ എല്ലാ സാധ്യതകളുണ്ട്. സോ ഇതൊക്കെ വേണ്ടിയിട്ട് ഏറ്റവും നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ മരണമടഞ്ഞവരെ സംസ്കരിച്ച പുത്തുമല ശ്മശാന ഭൂമി ഇനി മുതൽ ജൂലൈ 30 ഹൃദയഭൂമി എന്ന പേരിൽ അറിയപ്പെടും. മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ നടന്ന സർവകക്ഷി യോഗത്തിൽ അനുയോജ്യമായ പേര് നിർദ്ദേശിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. മേപ്പാടി ഗ്രാമപഞ്ചായത്ത് അംഗമായ ശ്രീ UA അജ്മൽ സാജിദാണ് ജൂലൈ 30 ഹൃദയഭൂമി എന്ന പേര് നിർദ്ദേശിച്ചത്. സംസ്ഥാനത്ത് ഗർഭാശയകള ക്യാൻസർ പ്രതിരോധത്തിനായി +1, +2 വിദ്യാർത്ഥിനികൾക്ക് HPV വാക്സിനേഷൻ ആരംഭിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഒരാഴ്ചയ്ക്കകം ടെക്നിക്കൽ കമ്മിറ്റി യോഗം ചേർന്ന് വാക്സിൻ സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കും. സ്ത്രീകളെ ഏറ്റവും അധികം ബാധിക്കുന്ന ക്യാൻസറുകളിൽ ഒന്നാണ് ഗർഭാശയകിള ക്യാൻസർ. 9 മുതൽ 14 വയസ്സുവരെയാണ് HPV വാക്സിൻ ഏറ്റവും ഫലപ്രദം. അതേസമയം 26 വയസ്സുവരെ HPV വാക്സിൻ നൽകാവുന്നതാണ്. വാക്സിൻ കൊണ്ട് പ്രതിരോധിക്കാൻ സാധിക്കുന്നതാണ് ഗർഭാശയകിള ക്യാൻസർ. ഇത് മുന്നിൽ കണ്ടാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം സംസ്ഥാനം സുപ്രധാന തീരുമാനമെടുത്തതെന്നും മന്ത്രി വ്യക്തമാക്കി. ഛത്തീസ്ഗഡിലെ ദുർഗിൽ അറസ്റ്റിലായ സിസ്റ്റർ പ്രീതി മേരിയുടെ അങ്കമാലിയിലെ വീട് മന്ത്രിമാരായ പി രാജീവും റോഷി അഗസ്റ്റിനും സന്ദർശിച്ചു. അതീവ പ്രതിഷേധാർഹമായ സംഭവമാണിതെന്ന്
മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. മലയാളി കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്ത സംഭവം അടിയന്തരമായി ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് കേരളത്തിൽ നിന്നുള്ള എംപിമാർ ഇന്ന് പാർലമെന്റിൽ നോട്ടീസും നൽകിയിരുന്നു. കന്യാസ്ത്രീകളെ ഉടൻ മോചിപ്പിക്കണമെന്നും ഇത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. അതേസമയം പ്രശ്നപരിഹാരത്തിനായി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ നിർദ്ദേശപ്രകാരം ബിജെപിയുടെ പ്രതിനിധി സംഘം നാളെ റായ്പൂരിലേക്ക് പോകും. സംഭവത്തിൽ നീതിയുക്തമായ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിയെ സമീപിച്ചതായും ബിജെപി സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. മാലിന്യക്കൊട്ടകൾ സ്ഥാപിച്ചിട്ടും പൊതു ഇടങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ്. മാലിന്യ സംസ്കരണം ലക്ഷ്യമിട്ട് കോഴിക്കോട് കോർപ്പറേഷൻ ഞൊലിയൻ പറമ്പിൽ ആരംഭിക്കുന്ന കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് കരാർ ഒപ്പുവയ്ക്കൽ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. 150 ടൺ ജൈവമാലിന്യം സംസ്കരിച്ച് കംപ്രസ്ഡ് ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റ് കൊച്ചി ബ്രഹ്മപുരത്ത് സ്ഥാപിച്ചു കഴിഞ്ഞതായും ശ്രീ MP രാജേഷ് പറഞ്ഞു. സംസ്ഥാനത്തെ സ്കൂളുകളിൽ പുതുക്കിയ മെനു അനുസരിച്ചുള്ള ഉച്ചഭക്ഷണം ഓഗസ്റ്റ് 1 മുതൽ വിതരണം ചെയ്യും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. വിദ്യാഭ്യാസ വകുപ്പ് നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് അനുസരിച്ചാണ് സ്കൂളുകളിലെ പുതിയ ഉച്ചഭക്ഷണ മെനു തയ്യാറാക്കിയിരിക്കുന്നത്. നിലവിൽ നൽകുന്ന ചോറിനു പുറമെ മുട്ട ഫ്രൈഡ് റൈസ്, ലെമൺ റൈസ്, വെജ് ബിരിയാണി, വിവിധയിനം പായസങ്ങൾ തുടങ്ങിയവ പരിഷ്കരിച്ച ഉച്ചഭക്ഷണ മെനുവിൽ ഉണ്ട്. റാഗി ഉപയോഗിച്ചുള്ള കൊഴുക്കട്ട, ഇലയട, അവിൽ തുടങ്ങിയ വിവിധ വിഭവങ്ങളും മെനുവിന്റെ ഭാഗമാണ്. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി പ്രകാരം പ്രീ പ്രൈമറി, പ്രൈമറി, അപ്പർ പ്രൈമറി കുട്ടികൾക്ക് ചെറുധാന്യ വിഭവങ്ങൾ നൽകുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, PTA, പൊതുസമൂഹം എന്നിവയുടെ സഹായം തേടാമെന്നും വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വൈക്കത്തിനടുത്ത് ചെമ്പ് മുറിഞ്ഞ പുഴയിൽ വള്ളം മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരാളെ കാണാതായി. പാണാവള്ളി സ്വദേശി കണ്ണനെയാണ് കാണാതായത്. വള്ളത്തിലുണ്ടായിരുന്ന 30 പേരിൽ 29 പേരെയും രക്ഷപ്പെടുത്തി. മരണവീട്ടിലേക്ക് പോയവർ കയറിയ വള്ളം ഇന്ന് ഉച്ചയോടെയാണ് മറിഞ്ഞത്. കാണാതായ ആൾക്കായി ഫയർഫോഴ്സ് തെരച്ചിൽ തുടരുകയാണ്. കോളനിവൽക്കരണത്തിന്റെ ഫലങ്ങളിൽ നിന്ന് രാജ്യം പൂർണ്ണമായി മുക്തമായിട്ടില്ലെന്ന് RSS സർസംഘചാലക് മോഹൻ ഭഗവത്. വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഭാരതീയ മൂല്യങ്ങൾ ഉൾക്കൊള്ളിച്ച് കോളനിവൽക്കരണത്തിൽ നിന്നും പൂർണ്ണമായി മുക്തരായ തലമുറയെ സൃഷ്ടിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ശിക്ഷാ സംസ്കൃതി ഉത്ഥാൻ ന്യാസിന്റെ ജ്ഞാനസഭാ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിറപുത്തരി പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. മറ്റന്നാൾ പുലർച്ചെ 5:30-നും 6:30-നും ഇടയിലാണ് നിറപുത്തരി പൂജകൾ. നിറപുത്തരിക്കായുള്ള നെൽക്കതിരുകളുമായി ഘോഷയാത്ര നാളെ രാവിലെ 4:30-ന് അച്ചൻകോവിൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടും. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും മറ്റന്നാൾ പുലർച്ചെ നിറപുത്തരി ചടങ്ങ് നടക്കും. ഇതിനുവേണ്ട കതിർക്കറ്റകൾ മേയർ ആര്യ രാജേന്ദ്രനിൽ നിന്നും ക്ഷേത്ര ഭരണസമിതി അംഗങ്ങൾ ഇന്ന് രാവിലെ ഏറ്റുവാങ്ങി. കേരളത്തിൽ മഴയ്ക്ക് നേരിയ ശമനം. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത കണക്കിലെടുത്ത് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും മറ്റന്നാളും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് പോകരുതെന്നാണ് മുന്നറിയിപ്പ്. ജലനിരപ്പ് ഉയർന്നതോടെ മാട്ടുപ്പെട്ടി അണക്കെട്ട് തുറന്നു. നിലവിൽ അണക്കെട്ടിന്റെ ഒരു ഷട്ടർ 20 സെന്റിമീറ്റർ ഉയർത്തി 11 ക്യൂമിക്സ് വെള്ളമാണ് പുറത്തേക്കൊഴുക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ജലാശയത്തിന്റെ വൃഷ്ടി പ്രദേശങ്ങളിൽ ശക്തമായ മഴ പെയ്തതോടെയാണ് അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചത്. അണക്കെട്ടിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളം മുതിരപ്പുഴയിൽ ചേരുകയും തുടർന്ന് കല്ലാർകുട്ടി, ലോവർ പെരിയാർ വഴി ഒഴുകിപ്പോവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നദീതീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. രാജ്യത്തെ ഓഹരി വിപണികളിൽ ഇടിവ്. സെൻസസ് 572 പോയിന്റ് നഷ്ടത്തിൽ 80,891-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 156 പോയിന്റ് നഷ്ടത്തിൽ 24,681-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 9,160 രൂപയും പവന് 73,280 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച ചർച്ചകൾ ലോക്സഭയിൽ പുരോഗമിക്കുന്നു. ഭീകരതയോട് സഹിഷ്ണുതയില്ല എന്ന ഇന്ത്യയുടെ സന്ദേശം പാകിസ്ഥാന് കൈമാറാൻ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ സാധിച്ചതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വനിതാ ചെസ് ലോകകപ്പ് കിരീടം സ്വന്തമാക്കി ഇന്ത്യയുടെ ദിവ്യ ദേശ്മുഖ്. ഈ ചരിത്ര നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ് ദിവ്യ. ഗർഭാശയകള ക്യാൻസർ പ്രതിരോധത്തിനായി സംസ്ഥാനത്തെ +1, +2 വിദ്യാർത്ഥിനികൾക്ക് HPV വാക്സിനേഷൻ ആരംഭിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. നിറപുത്തരി പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. കേരളത്തിൽ മഴയ്ക്ക് നേരിയ ശമനം. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.